ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റൂഹ് അഫ്സ കൊണ്ട് എങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. ഷർബത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് 2 ടീസ്പൂൺ സബ്ജ അരി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് കുതിരാൻ വയ്ക്കുക. മൂന്ന് സ്പൂൺ റൂഹ് അഫ്സയിലേക്ക് 1 കവർ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സബ്ജ അരി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. റൂഹ് അഫ്സയിൽ മധുരം ഉള്ളതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മധുരം കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേനോ പഞ്ചസാരയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തേനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സെർവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗ്ലാസ്സിൽ റൂഹ് അഫ്സ 1 സ്പൂൺ ഒഴിച്ചിട്ട് ചുറ്റിയെടുക്കുക. ബദാം പരിപ്പോ പിസ്തയോ നട്ട്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പൊടിച്ച് ചേർക്കാം. അതിന് പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടും. ചെറിയോ പിന്നെ അതുപോലെ തന്നെ വാട്ടർമെലനോ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2-3 ചെറിയാണ് ഇടാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റൂഹ് അഫ്സയും നാരങ്ങയും ചേർത്ത് നമുക്ക് വേറൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. 2 സ്പൂണ് റൂഹ് അഫ്സ ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂണ് നാരങ്ങ നീരും 3 സ്പൂണ് സബ്ജ അരി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ചായയോ തേനോ ഉപയോഗിക്കാം. ഞാനിവിടെ തേനാണ് ഒഴിക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചെറിയ ഒരു എരിവിന് വേണ്ടി നിങ്ങൾക്ക് പച്ചമുളകോ കുരുമുളക് പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.